എല്ലാ കാര്യങ്ങളിലും നമ്പർ വൺ എന്ന ഘോരം പ്രസംഗിക്കുന്ന കേരളം കറണ്ട് ചാർജിന്റെ കാര്യത്തിലും ഇന്ത്യയിൽ മുന്നിൽ തന്നെയാണ്. ജനങ്ങളെ പിഴിഞ്ഞതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും കറണ്ട് ചാർജ് കൂട്ടാൻ പോവുകയാണ്. കാലാകാലങ്ങളായി തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധിയും കൃത്യമായ ആസൂത്രണമില്ലായ്മയും സംസ്ഥാനത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായ KSEBയെ വട്ടം ചുറ്റിക്കുകയാണ്. കറണ്ട് ചാർജ് എത്ര കൂട്ടിയിട്ടും KSEB എന്ന കുത്തക സ്ഥാപനം അതിഭീമമായ നഷ്ടത്തിലാണ്. അതിനി ഇപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനും പോകുന്നില്ല. KSRTC പോലെ BSNL പോലെ നാശത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് KSEBയും. കേരളത്തിൽ ആകെയുള്ള 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 നഷ്ടത്തിലാണെന്ന് ഓർക്കണം. 2022-23 ഓഡിറ്റ് പ്രകാരം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ നഷ്ടം 18,026 കോടി രൂപയാണ്. ഇനിയും എന്തിന് ജനങ്ങളുടെ നികുതി പണം ഊറ്റിക്കുടിക്കുന്ന ഈ വെള്ളാനകളെ ചൊല്ലും ചോറും നൽകി വളർത്തണം എന്ന ചോദ്യമാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഗതാഗത മേഖലയിൽ ഞങ്ങൾ KSRTC മാത്രം മതി, ടെലികോം മേഖലയിൽ ഞങ്ങൾ BSNL മാത്രം മതി, വൈദ്യുതി മേഖലയിൽ KSEB മാത്രം മതി എന്നുള്ള ഒരുതരം വാശിയുള്ള പോലെയാണ് ഇവിടത്തെ പ്രവർത്തനം. ഞങ്ങൾക്ക് തോന്നുന്ന പോലെ പ്രവർത്തിക്കും എന്നൊരു ലൈൻ. 5G കാലഘട്ടത്തിൽ 3G നൽകുന്നതും ഇൻഷുറൻസ് പോലും ഇല്ലാത്ത വണ്ടികൾ നിരത്തിലിറക്കുന്നതും ഒക്കെയാണ് ഇവരുടെ സേവനങ്ങൾ. ആരെങ്കിലും ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്യുന്നവർ കുറ്റക്കാരാകും. പരാതി ഒന്നും തന്നെ പറയാതെ ഇവർ തരുന്ന സേവനങ്ങൾ അല്ല ഔദാര്യങ്ങൾ വേണമെങ്കിൽ വായും പൂട്ടി സ്വീകരിച്ചോണം. കാര്യപ്രാപ്തിയില്ലായ്മയും ഇടപാടുകാരോടുള്ള മോശം സമീപനവും കാലഹരണപ്പെട്ട ചട്ടങ്ങളും സ്ഥാപനവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ പോലും കൊടിപിടുത്തങ്ങളും സമരവും വളഞ്ഞ വഴിയിലൂടെ ബന്ധുക്കളെയും പാർട്ടി അടിമകളെയും തിരികെ കയറ്റലും ഒക്കെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ശാപം. വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിക്കുക എന്ന നയത്തെ KSEB എതിർക്കുന്നത് ഇവരുടെ തോന്നിവാസങ്ങൾ നടക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. സ്വകാര്യ കമ്പനികൾ വന്നാൽ പൊതുജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ കൊടുക്കേണ്ടി വരും. കൊടി പിടിക്കാൻ പോകാനൊന്നും പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ പണിയെടുത്ത് തിന്നേണ്ടി വരും. പൊതുമേഖലാ പ്രേമം തള്ളിമറിക്കുന്ന ഒരു നേതാവും സ്വന്തം വീട്ടിലേക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെയും ഉൽപ്പന്നം വാങ്ങിക്കില്ല, ഒരു സേവനവും ഉപയോഗിക്കുകയുമില്ല. കാരണം നേതാവ് ആഗ്രഹിക്കുന്ന സേവനം അല്ലെങ്കിൽ ക്വാളിറ്റി ഇവിടെ കിട്ടില്ല എന്നത് കൊണ്ട് തന്നെയാണ്. കേരളത്തിലെ വൻകിട സ്ഥാപനങ്ങൾ എല്ലാം ഉൾപ്പെടെ ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നത് KSEBയിൽ നിന്നല്ല, മറിച്ച് സ്വകാര്യ കമ്പനികളിൽ നിന്നാണ്. സ്വകാര്യ വ്യക്തികൾക്കും KSEBയിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ പുതിയ കേന്ദ്ര നിയമം അനുവദിക്കുന്നു. പക്ഷെ സ്വകാര്യ കമ്പനികളെ കേരളത്തിൽ പ്രവർത്തിക്കാൻ ഇവന്മാർ സമ്മതിക്കില്ല. കുത്തക കമ്പനികൾ തുലയട്ടെ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നവർ ഒന്നോർക്കണം. ഇവിടെ KSEBയും KSRTCയും ഒക്കെ തന്നെയാണ് കുത്തകകൾ. അവരാണ് യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് മേൽ നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്നത്.